ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതണു. പിന്നൊന്നുമില്ല, നേരെ വീഡിയോയിലോട്ടാണ് പോവുക. ഗൈസ് എനിക്ക് ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളെ കാണിക്കാണ്ട്. ഞാൻ ചെറിയൊരു ബിൽഡ് നമ്മുടെ വേൾഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ബാക്കിലോട്ട് നോക്കിക്കോ. കുറച്ചൊന്ന് എടുത്തു പോയി കാണിച്ചു തരാം. ഞാൻ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കി, നല്ല രസമില്ല കാണാൻ. അതാ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് നിരപ്പാക്കി ഇവിടെ സ്റ്റെപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തു. നോക്കി, എന്ത് രസമാണ് കാണാൻ. ഒരു ബ്രിഡ്ജ് നേരെ ഇങ്ങനെ അവിടുന്ന് പുറത്തോട്ടൊരു ബ്രിഡ്ജ് കൊടുന്നാക്കി. പിന്നെ അവിടെ കുറേ ഷുഗർ കെയിൻ ഇട്ടു. ഞാൻ ബ്രിഡ്ജ് ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈൻ ചെയ്യാൻ. ഞാൻ ഇപ്പുറത്തായിട്ട് മൈനിങ് ഏരിയ സെറ്റപ്പ് ആക്കി കരുതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പോൾ മൈനിങ് ഏരിയ അവിടെ ഒന്നല്ല ഉണ്ടായിരിക്കണം. മൈനിങ് ഏരിയ കാണണം, അവിടെയാണ് നമ്മൾ മൈനിങ് ഏരിയ സെറ്റപ്പ് ആക്കിയിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ അവിടെ ഒരു കേവ് പോലെ ഞാൻ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കിയപ്പോൾ നമുക്ക് നല്ലൊരു കേവ് കിട്ടിയിട്ടുണ്ട്. മറ്റേ പോലത്തെ അല്ല. മറ്റേ ഞാൻ എന്തായാലും അവിടെ ഡേർട്ടിട്ട് മൂടി. ഇനി നമുക്ക് എന്തായാലും അവിടെ പോകാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പുതിയ മൈനിങ് ഏരിയ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ബോട്ട് ഇവിടെ ഉണ്ടാകുന്നല്ലോ. അതാ ഈ കോവ് നല്ല ശല്യമാണ്, നല്ല ഒച്ചയും ബഹളമൊക്കെയാണ്. നമുക്ക് നമ്മൾ മൈനിങ് ഏരിയ കാണിച്ചു തരാം. അത് ഇതിങ്ങനെ പോകണം. ഇതവിടെ തൊട്ടടുത്ത് തന്നെ. അയ്യോ എവിടെയായിരുന്നു ഇപ്പോൾ? അതവിടെ തന്നെ. ഈ ഭാഗത്താണ്. ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയാൽ മതി. ഇവിടുന്ന് കുറച്ച് അടിക്ക് പോകണം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ നോക്കിയപ്പോൾ ഇതൊരു കേവാന്ന് എഴുതി. പക്ഷേ കേവല്ലത്. ഇവിടുന്ന് പോകണം മൈനിങ് ഏരിയയിലോട്ട്. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മൈൻ ചെയ്ത് അടിയിലോട്ട് പോയി. ഇവിടെയാണ് ആ കേവ് വരുന്നത്. എന്തായാലും ഇപ്പം ഇങ്ങോട്ട് ചാടണില്ല. ഇപ്പം നമുക്ക് തിരിച്ച് നമ്മളെ ബേസിലോട്ട് തന്നെ പോവുക. നമ്മളവിടുന്ന് മൈനിങ് ഏരിയൻ്റെ അവിടുന്ന് നമ്മുടെ സ്ഥലത്തോട്ട് തന്നെ വന്നിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇതൊന്നുമല്ല. നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോണത് നമ്മുടെ പുതിയ ബേസാണ്. അതായത് ഈ വേൾഡിലെ ആദ്യത്തെ ബേസാണ്. ഇത്രയും കാലം നമ്മൾ കടന്നിരുന്നു വെച്ചാൽ ഇവിടെ ഈ ബെഡും വെച്ച് ഫർണസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. നമ്മൾ ഇവിടെ ഒരു ബേസ് ഇവിടെ വേണ്ടായിട്ട് ഒരു ബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ബേസിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചും വരാം. നമ്മൾ വീടുണ്ടാക്കാനുള്ള റിസോഴ്സസൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വുഡും പ്ലാങ്കും ആവശ്യമുണ്ട്. സ്റ്റോൺ ആവശ്യമില്ല. സ്റ്റോൺ വെറുതെ വെച്ചാണ്. അപ്പോൾ കൂടുതൽ ബോറടിപ്പിക്കണില്ല. നമുക്ക് നേരെ നമ്മുടെ ബേസിൻ്റെ പണികൾ തുടർത്താൻ നിങ്ങളെ കാണി. വീട് പണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുറേ ഡെക്കറേഷൻസ് കാര്യങ്ങളും ഇനി ചെയ്യാണ്ട്. ഇവിടെ ഗ്ലാസ്സൊന്നും വെച്ചിട്ടില്ല. കുറേ സാൻഡൊക്കെ എടുത്ത് ഇനി ഇവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കണം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. മുകളിൽ ചിമ്മിനിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഉള്ളിൽ ഈ ചിമ്മിനി സെറ്റപ്പ് എങ്ങനെ ഉണ്ട്? രസമല്ലേ? ഉള്ളത് അത്ര വരണേ. ഞാൻ ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വരുമ്പോഴത്തേനും നമ്മുടെ വീടൊക്കെ അടിപൊളിയാക്കിയിട്ട് ഞാൻ കൊണ്ടുവരും. ഇത് മുകളിലത്തെ നില ഇതൊക്കെ നമ്മൾ റെഡിയാക്കാണ്ട്. ഇനി കുറേ റെഡിയാക്കാണ്ട്. അപ്പോൾ നമ്മളെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതണു. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം.
ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണു. നമ്മൾ നമ്മുടെ പുതിയ ബേസൊക്കെ പണിതു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഈ ബേസ് എന്തായാലും ഒന്ന് അടിപൊളിയാക്കിയിട്ടേ വരൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.